Hi, Namaskaram. This is Ajay Mehru. And this is Ajay Gido. Welcome to Vattamesha Podcast. Into the Depths. സാധാരണ നമ്മുടെ പുരുഷന്മാരുടെ ഒരു കംപ്ലൈൻ്റ് ആണ്, അവരെ സപ്പോർട്ട് ചെയ്യാനും അവരെ കുറിച്ചിട്ട് പറയാനും ആരും ഇല്ല എന്നുള്ള പരാതി എപ്പോഴും കേൾക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വട്ടമേശയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അവരെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ കൂടെ ഒരാളും കൂടി ജോയിൻ ചെയ്യുന്നുണ്ട്. കൂടെ ഇന്ന് വട്ടമേശയിലുള്ളത് അഡ്വക്കേറ്റ് അഭിറാമാണ്. വെൽക്കം അഡ്വക്കേറ്റ് അഭിറാം. ഹൈക്കോടതിയിലെ വക്കീലായിട്ട് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? വെൽക്കം ടു വട്ടമേശ. താങ്ക് യു. എവിടെയാണ് സാധാരണ വീട്? എവിടെയാണ് വീട്? ഇവിടെ അടുത്ത് തന്നെയാണ്, അരയങ്കാവ് എന്ന് പറയും. ഓക്കെ. എത്ര നാളായി ഇപ്പോൾ വർക്ക് ചെയ്യാൻ തുടങ്ങി? ഞാനിപ്പോൾ ഒരു 5 വർഷമായി. 2020 എൻറോൾ ചെയ്തത്. 5 വർഷമായിട്ട് ഹൈക്കോടതിയിൽ പ്രാക്ടീസിങ് ആണ്. അപ്പോൾ സാധാരണ പൊതുവേ പുരുഷന്മാർ പറയുന്നൊരു കാര്യമല്ലേ, അവർക്ക് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാൻ ഒരു സിസ്റ്റം ഇല്ല എന്നുള്ളൊരു കാര്യം പൊതുവെ കേൾക്കാറുണ്ടോ ആസ് എ അഡ്വക്കേറ്റ് എന്ന നിലയിൽ? അത് ഈ ഒരു നിയമനിർമ്മാണത്തിന്റെ നാൾവഴികൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഉത്തരം കിട്ടും. നമ്മൾ നിയമം ഉണ്ടാക്കുന്നത് എപ്പോഴും ഒരു സമൂഹത്തിലെ ഉച്ചനീചങ്ങൾ നീക്കാനും അവിടുത്തെ ഒരു ബാലൻസിങ്ങിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഒരു വീക്കർ സെക്ഷനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നിയമങ്ങൾ ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ ലോ ഓഫ് ദ ലാൻഡ് എന്ന് പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷനാണ്, ഇന്ത്യൻ ഭരണഘടന. ഇന്ത്യൻ ഭരണഘടനയിൽ സ്ത്രീകൾക്കും പുരുഷനും തുല്യനീതിയാണ്. അവിടെ ഒരു സ്ഥലത്തും ഒരു വിവേചനവും ലിംഗത്തിൻ്റെ പേരിൽ നൽകുന്നില്ല. പക്ഷേ നമ്മുടെ സമൂഹത്തിൻ്റെ കാലാകാലങ്ങളായിട്ടുള്ള നമ്മൾ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴത്തേക്കും ഫോളോ ചെയ്യുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ കണക്കിലെടുത്ത് അതിനനുസരിച്ചുള്ള നിയമനിർമ്മാണങ്ങൾ എവിടെയാണോ പ്രൊട്ടക്ഷൻ ആവശ്യമുള്ളത് അവർക്ക് വേണ്ടി നിയമങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ ഈ ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് ഇതുപോലെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ളൊരു നിയമമാണ്. അതുണ്ടായത് 2012 അത് കഴിഞ്ഞിട്ട് പോക്സോ ആക്ട്, അതും ഈ അടുത്ത കാലങ്ങളിലാണ് ഉണ്ടായത്. സ്ത്രീകൾക്കും കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ കൂടി വന്നപ്പോഴാണ് അങ്ങനെ ഒരു നിയമം ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചത്. അപ്പോൾ ഈ ഡൊമസ്റ്റിക് വയലൻസിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് കൂടുതലും സ്ത്രീകളാണ് ഇത് ഫയൽ ചെയ്ത് കണ്ടിട്ടുള്ളത്. ശരിക്കും ഡൊമസ്റ്റിക് വയലൻസ് പുരുഷന്മാരും ഫേസ് ചെയ്യുന്നൊരു കാര്യം തന്നെയാണ്. ഇതിപ്പോൾ ഫിസിക്കലി ഉണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല, മെൻ്റലി ഉണ്ട്. അപ്പോൾ അത്തരത്തിൽ ഈ സ്ത്രീകൾക്കുള്ളതുപോലെ തന്നെ പുരുഷന്മാർക്കും ഇതുപോലത്തെ ഒരു ആക്ട് വേണ്ടതല്ലേ എന്നുള്ളൊരു കാര്യം പലരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു? അത് ഒരു നിയമം എന്ന് പറയുമ്പോഴത്തേക്ക് എപ്പോഴും ഒരു ജനറലി നമുക്ക് നോക്കാനേ പറ്റുള്ളൂ. അല്ലാണ്ട് പ്രത്യേകം ഓരോ കാര്യങ്ങൾക്കും നമുക്ക് നിയമം ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ ഹിസ്റ്ററി നോക്കുമ്പോഴത്തേക്കും പുരുഷന്മാരാണ് എല്ലാത്തിലും മുൻപന്തിയിൽ നിൽക്കണം, എല്ലാത്തിനും ഇനിഷ്യേറ്റീവ് എടുക്കണം, എല്ലാവരും ഒരു കേപ്പബിൾ ആണ്. പക്ഷെ സ്ത്രീകൾ അങ്ങനെയല്ല. സ്ത്രീകൾ പണ്ട് മുതലേ അവർ ആക്രമിക്കപ്പെടുന്നവരാണ്, ഇരയാവുന്നവരാണ്. അപ്പോൾ അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നിയമങ്ങൾ നിർമ്മിക്കുന്നത്. ഇപ്പോൾ ഒരു കുടുംബത്തിലാണെങ്കിലും അവിടെ ഏറ്റവും കൂടുതൽ ഒരു ബാക്ക് ബോൺ പോലെ നിൽക്കുന്നത് പുരുഷന്മാരാണ്. അതുപോലെ തന്നെ അവരുടെ ഒരു ആജ്ഞയ്ക്കനുസരിച്ച് വേണം സ്ത്രീകൾ നിൽക്കാനായിട്ട്. അപ്പോൾ അവർ മുൻപന്തിയിലേക്ക് വരണമെന്നുള്ളത് കൊണ്ട് മാത്രമാണ് അവരെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു നിയമങ്ങൾ ഉണ്ടാക്കിയത്. അതുപോലെ തന്നെ എപ്പോഴും നമ്മുടെ ഒരു സമൂഹത്തിൻ്റെ എന്താ പറയുക, ഒരു കീഴ്വഴക്കനുസരിച്ച് കല്യാണം കഴിച്ചിട്ട് വേറൊരു വീട്ടിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് സ്ത്രീകൾ. അപ്പോൾ അവിടെയാണ് സ്ത്രീകൾ ആക്രമിക്കപ്പെടാനായിട്ട് സാധ്യത കൂടുതൽ. ഒരു പുരുഷൻ തൻ്റെ സ്വന്തം വീട്ടിൽ നിന്നിട്ട് ആക്രമിക്കപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും ഒരു വിശ്വസനീയമല്ല. അപ്പോൾ അവിടെ ആ സ്ത്രീകളാണ് സംരക്ഷിക്കപ്പെടേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിയമം നിർമ്മിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അല്ല, ഇപ്പം നമ്മുടെ കാലം ഒരുപാട് മാറി. ഇപ്പോൾ 2025 എത്തുമ്പം സൂയിസൈഡ് കേസുകൾ എടുത്ത് നോക്കുകയാണെങ്കിലും പുരുഷന്മാർ കുറേ പേര് സൂയിസൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം അവർ മെൻ്റലി സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, കുറേ പ്രശ്നങ്ങൾ അവരും അനുഭവിക്കുന്നുണ്ട്. അപ്പം അവർക്കും ഇനിയൊരു നിയമം വരാനുള്ള സാധ്യതയുണ്ട് ഇല്ലേ? അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭരണഘടന പ്രകാരം ആണിനും പെണ്ണിനും തുല്യനീതിയാണ്. പിന്നെ ഈ വീക്കർ സെക്ഷൻ ആയിട്ടുള്ള സ്ത്രീകൾക്ക് ഒരു അഡീഷണൽ പ്രൊട്ടക്ഷൻ നമ്മൾ നൽകുന്നുണ്ടെന്ന് മാത്രം. പക്ഷേ അങ്ങനെ ഒരു പുരുഷന് ഇതുപോലെ ഒരു വീക്കർ സെക്ഷൻ ആണെന്നോ അവർക്ക് ഒരു സംരക്ഷണം ആവശ്യമാണെന്നോ ഇതുവരെയുള്ളൊരു സെനറിയോ നോക്കുമ്പോഴത്തേക്കും അതിനുള്ള ഇതെന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നിയമം ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ നിയമം പ്രാബല്യത്തിൽ അത് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് തെളിവുകൾ വേണം. ഒരു പുരുഷൻ അറ്റാക്ക് ചെയ്യപ്പെടുകയാണ്, അങ്ങനെയാണെങ്കിൽ അതിനുള്ള ഒരു തെളിവുകൾ ആണ് ഏറ്റവും വലിയ ഇതിൽ പ്രശ്നം. അത് പ്രൂവ് ചെയ്യാനുള്ള പ്രശ്നങ്ങളാണ്. അപ്പോൾ അത് ഭാവിയിൽ ഇനി ഉണ്ടാവുമോ എന്നറിയില്ല. ഏതായാലും നിലവിൽ അങ്ങനെയുള്ള ഒരു ചർച്ചകൾ പോലും നടക്കുന്നില്ല അല്ലേ? ഇപ്പൊ നമ്മുടെ തുല്യനീതി എന്ന് പറഞ്ഞല്ലോ, രണ്ടുപേർക്കും തുല്യനീതിയാണ്. പക്ഷെ ഇന്ത്യൻ ഭരണഘടനയിൽ ഫെയർ അല്ലാത്തൊരു നിയമമാണ് ഇന്ത്യൻ ഭരണഘടന പുരുഷന്മാർക്ക് എന്ന് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ഒരിക്കലും തോന്നിയിട്ടില്ല. കാരണം ഇവിടെ നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമ്മുടെ സംരക്ഷണമാണ്. നമ്മൾ പണ്ട് എങ്ങനെ നമ്മൾ ഇതുപോലെ ഒരു സംസ്കാരത്തിലേക്ക് എത്തിയത്? പണ്ട് നമ്മളൊരു ഗോത്രത്തിൽ താമസിച്ചു, അത് കഴിഞ്ഞിട്ട് കൃഷി തുടങ്ങി, അപ്പോഴാണ് മനുഷ്യന്മാർ ഇതുപോലെ കൂട്ടമായി തുടങ്ങിയത്. അങ്ങനെ കൂട്ടമായി ജീവിച്ചപ്പോഴാണ് മനുഷ്യൻ അറ്റാക്ക് ചെയ്യപ്പെടാൻ തുടങ്ങിയത്. അപ്പോൾ നമ്മൾ അടുത്തുള്ള ഗോത്രക്കാർ നമ്മൾ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ കാരണം നമ്മൾ പരസ്പരം അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഇവോൾവ് ചെയ്തിട്ടാണ് നമ്മളൊരു രാഷ്ട്രം രൂപീകരിച്ചത്. ആ രാഷ്ട്രം കൃത്യമായിട്ട് നടക്കണമെങ്കിൽ അവിടെ നിയമങ്ങൾ വേണം. അവിടെ ഇന്റേണൽ ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട്, എക്സ്റ്റേണൽ ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ ഈ എക്സ്റ്റേണൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് നമ്മളിതുപോലെ മിലിറ്ററി ഫോഴ്സസ് ഒക്കെ ഉണ്ട്. ഇന്റേണൽ ആയിട്ടുള്ള പ്രോബ്ലംസ് പരിഹരിക്കാനായിട്ട് പോലീസിങ് ഉണ്ട്. അപ്പോൾ നമുക്കെന്താ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ നിയമനിർമ്മാണം, അവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നത് ഒരാളുടെ സംരക്ഷണത്തിനാണ്. അപ്പോൾ ഒരു ജനറലി എടുത്തു നോക്കുമ്പോൾ സ്ത്രീകളാണ് ഇവിടെ ആക്രമിക്കപ്പെടുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ അഡീഷണലി ഉള്ളതല്ലാണ്ട് ഒരു ക്രിമിനൽ ലോ എടുത്തു നോക്കുവാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ശിക്ഷാ നിയമം എടുത്തു നോക്കുവാണെങ്കിൽ അതിലൊരിക്കലും ഒരു വിവേചനം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഡൊമസ്റ്റിക് വയലൻസ് കൊടുക്കാൻ പറ്റുന്ന ആർക്കാ? ഒരു ഭർത്താവിനെതിരെയോ ഭർത്താവിൻ്റെ വീട്ടുകാർക്കെതിരെ കൊടുക്കാൻ പറ്റുള്ളൂ. ഒരു ജനറലി ഒരാൾക്കെതിരെ കൊടുക്കാൻ പറ്റില്ല. ഒരു പുരുഷൻ ഒരു സ്ത്രീയെ ആക്രമിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഡൊമസ്റ്റിക് വയലൻസിന് അട്രാക്ട് ചെയ്യില്ല. അതൊരു കുടുംബത്തിൽ ഒരു സ്ത്രീ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ മാത്രം ഉദ്ദേശിച്ചിട്ടാണ് ഈ ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ഈ അടുത്ത് ഒരു ഫേമസ് ആയിട്ടുള്ളൊരു കേസ്, ഫേമസ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ അയാൾക്ക് നീതി കിട്ടിയത് ഒരു 9 മാസത്തിന് ശേഷമാണ്. ജോസഫ് എന്ന് പറഞ്ഞ 255 ദിവസം ജയിലിൽ കിടന്നിട്ട് അതിന് ശേഷമാണ് അയാൾക്ക് നീതി കിട്ടിയത്. അപ്പോൾ അത്തരത്തിലുള്ള കേസിൽ നമുക്കിപ്പോൾ ഓൾറെഡി ആ കേസ് വന്നേക്കുന്നത് ആ കുട്ടി പ്രഗ്നൻ്റ് ആയിട്ടാണ് ഇയാളാണ് മിസ്യൂസ് ചെയ്തതെന്ന് പറഞ്ഞിട്ടാണ് കേസ് പോയത്. അപ്പോൾ ആ ഒരു ടൈമിൽ DNA എടുത്ത് കഴിഞ്ഞാൽ ഇത് സിമ്പിളായിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ലായിരുന്നോ? അങ്ങനെ പറയാൻ പറ്റില്ല. ഈ പോക്സോ കേസിൽ പല പരിമിതികളുണ്ട്. അതിൽ പോക്സോ കേസിൻ്റെ ഏറ്റവും ആദ്യത്തെ തെളിവെന്ന് പറഞ്ഞാൽ ആ വിക്ടിമിൻ്റെ മൊഴിയാണ്. ഇതിൽ ആ വിക്ടിമിൻ്റെ മൊഴി പ്രകാരമാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. പിന്നീടുള്ള കുറ്റപത്രം സമർപ്പിക്കുന്നതും എല്ലാ അന്വേഷണങ്ങളൊക്കെ നടക്കുന്നത് അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഒരു ഭാഗമായിട്ട് വരുന്ന ഡിലേ, അത് ഏറ്റവും വലിയ പ്രശ്നം തന്നെയാണ്. ആ ഡിലേയുടെ ഭാഗമായിട്ട് ഇതുപോലുള്ള തെളിവുകളൊക്കെ സ്വീകരിക്കാനായിട്ട് സമയമെടുക്കും. പിന്നെ ഇതുപോലെ ഈ വിക്ടിമിൻ്റെ ചെറിയ കുട്ടിയായതുകൊണ്ട് നമ്മൾ ഇത് ഈ DNA എടുക്കുക, അതുപോലത്തെ 2 ഫിംഗർ ടെസ്റ്റ്, അങ്ങനത്തെ ഒക്കെ പറഞ്ഞ ടെസ്റ്റുകളുണ്ട്. അതൊക്കെ ചെയ്യാനായിട്ട് പല പരിമിതികളുണ്ട്. അത് ആ കുട്ടിയുടെ കൺസെൻറ്റ് വേണം, അവരുടെ പാരൻസിൻ്റെ കൺസെൻറ്റ് വേണം. ഇതൊക്കെ കിട്ടി വരുമ്പോഴത്തേക്കും നമ്മൾ ഈ പറഞ്ഞ ഡിലേ എടുക്കും. ആ പറഞ്ഞ ഡിലേ കൊണ്ടാണ് ഇദ്ദേഹം ഇത്രയും ദിവസം അകത്ത് കിടക്കേണ്ടി വന്നത്. അത് ശരിക്കും ഒരു നമ്മുടെ പോരായ്മയാണ്, നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ. പക്ഷെ അതെല്ലാം കൃത്യമായിട്ട് നോക്കുന്നത് വേണ്ടിയിട്ടാണ് നമ്മൾ കോടതികളൊക്കെ ഇവിടെ പ്രവർത്തിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും നാൾ അദ്ദേഹം ജയിലിൽ കിടന്നു. അപ്പൊ അയാൾക്കുണ്ടായ ഒരു മാനസികാവസ്ഥ വല്ലാത്തൊരവസ്ഥ തന്നെയാണ്. അപ്പൊ അതിന് കോമ്പൻസേഷൻ പോലെ അങ്ങനെ എന്തെങ്കിലും പുള്ളിക്ക് കിട്ടുമോ? നിയമത്തിൽ അങ്ങനെ ഉണ്ട്, പക്ഷെ ഇതുവരെ അങ്ങനെ ആ നിയമം ഇവിടെ എക്സിക്യൂട്ട് ചെയ്തിട്ടില്ല. പ്രൊബേഷൻ ഓഫ് ഒഫൻഡേഴ്സ് ആക്ട് പ്രകാരം അവർക്ക് അവർക്ക് കോമ്പൻസേഷൻ ചോദിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷെ ഇവിടെ ആരും അങ്ങനെ ചോദിക്കാറില്ല. ഇനി അങ്ങനെ ചോദിച്ചാലും അതിനും കുറെ ടൈം എടുക്കുന്നതുകൊണ്ടായിരിക്കോ അത് ചോദിക്കാത്തത്? അല്ല, നമ്മളൊരു പ്രശ്നത്തിൽ പെട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവിടെ നിന്ന് രക്ഷപ്പെടണം എന്ന് മാത്രമേ നമുക്ക്, നമ്മുടെ ഒരു മാനസികാവസ്ഥ അങ്ങനെ ഒരു ഇതിലേക്കാണ് പോകുന്നത്. നമ്മളിവിടുത്തെ സിസ്റ്റത്തിനെതിരെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ സർവൈവ് ചെയ്യുന്നത് ഇവിടുത്തെ സിസ്റ്റമാണ്. അപ്പോൾ ആ സിസ്റ്റത്തിനെതിരെ പോയി കഴിഞ്ഞാൽ നമ്മളിവിടെ ഒരു ഹോസ്റ്റലായിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് നിൽക്കും എന്നല്ലാണ്ട് നമുക്കൊരു നീതി കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ പലരും ഈ ഒരു സംഭവത്തിൽ നിന്ന് രക്ഷപ്പെട്ട് കഴിയുമ്പോഴത്തേക്കും അതൊരു ഭാഗ്യമായിട്ട് കണ്ട് അവിടുന്ന് പിന്നെയും ബാക്കി ഉള്ള ജീവിതം ജീവിച്ച് തീർക്കാനാണ് അവർ ശ്രമിക്കുകയുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി ആരും മെനക്കെടാറില്ല. പക്ഷെ നിയമമുണ്ട്, പക്ഷെ അത് ആരും ഉപയോഗിക്കാറില്ല. ഇപ്പം നമ്മൾ മൊഴിയുടെ കാര്യം പറഞ്ഞപ്പം സ്ത്രീ പറയുന്ന മൊഴിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് നമ്മുടെ നിയമത്തിൽ. അപ്പം ഇപ്പം റീസെൻ്റായിട്ട് കുറേ കേസുകൾ വരുന്നുണ്ട്, മ്യൂച്വൽ കൺസെൻ്റ് ആയിട്ടുള്ള സെക്സ്. അതിന് ശേഷം ഒരു സ്ത്രീ പീഡന ആരോപണമായിട്ട് വരുന്നു, പിന്നെ അത് കേസാവുന്നു. അപ്പം ഈ പുരുഷനാണ് ഈ സമൂഹത്തിലായാലും ഈ നിയമപരമായാലും ഒരു കുറ്റക്കാരൻ എന്നുള്ള രീതിയിൽ മുദ്രകുത്തപ്പെടുന്നത് ഒരു പുരുഷനാണ്. അപ്പം ആൾക്ക് എടുക്കാൻ പറ്റുന്ന, ആൾക്ക് എന്താണ് നിയമപരമായിട്ട് ചെയ്യാൻ പറ്റുക? ജയിലിലേക്ക് പോകാണ്ടിരിക്കാനുള്ള കാര്യങ്ങൾ നോക്കാന്നുള്ളതേ ഉള്ളൂ. നമ്മളെന്തായാലും അന്വേഷണം നേരിടണം. ഈ പറഞ്ഞ പോലെ ഒരു വ്യത്യാസമുണ്ട്. അതായത് കുറ്റാരോപിതനാണ്, കുറ്റക്കാരനല്ല, കുറ്റാരോപിതന ആവുകയാണ്. അപ്പോൾ പോലീസിന് വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യും. അതൊരു നോൺ ബെയിലബിൾ ഓഫൻസ് ആണ്. അപ്പോൾ ആ അറസ്റ്റിനെ മറികടന്നുകൊണ്ട് നമുക്ക് മുൻകൂർ ജാമ്യം എടുത്ത് നമ്മൾ നിരപരാധിയാണെങ്കിൽ നമുക്ക് ആ മുൻകൂർ ജാമ്യം ലഭിക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായിട്ട് സഹകരിച്ച് ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. പക്ഷേ ഇതിലൊരു നമ്മൾ പുറത്ത് കാണാത്തൊരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഒരു പരസ്പര സമ്മതത്തോടെയുള്ളൊരു സെക്സ്, അതായിരിക്കും നമ്മൾ പുറത്ത് കാണുന്നത്. പക്ഷേ അതിൻ്റെ ഉള്ളിൽ വേറെ പല കാര്യങ്ങളും ഉണ്ടാവും.
അതായത് മെയിനായിട്ട് ഇതുപോലത്തുള്ള കേസുകളിൽ കാണുന്ന ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന സൗഹൃദത്തിൻ്റെ ഇടയ്ക്ക് ഇവർ നല്ല രീതിയിൽ പണം കൈപ്പറ്റിയിട്ടുണ്ടാവും. അതായത് മനഃപൂർവ്വമായിരിക്കില്ല, ചതിക്കണം എന്നുള്ളൊരു ഉദ്ദേശമൊന്നും ഉണ്ടാവില്ല, പക്ഷെ പണമായിട്ടും സ്വർണ്ണമായിട്ടും ഈ പറയുന്ന ഇരയുടെ കയ്യിൽ നിന്ന് പണം കൈപ്പറ്റിയിട്ടുണ്ടാവും. ആ പണം തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ് പലരും ഇങ്ങനൊരു കേസ് കൊടുക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞൊരു ചീറ്റിംഗ് കേസ് കൊടുത്തു കഴിഞ്ഞാൽ അതിനൊരു ഗ്രാവിറ്റി കുറവാണ്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ റിസൾട്ട് പെട്ടെന്ന് കിട്ടാനായിട്ട് അപ്പോൾ ഇങ്ങനെ ഒരു കേസ് ഉണ്ടായി കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് സെറ്റിൽ ചെയ്യാനായിട്ട് നിർബന്ധിതരാകും. അപ്പോൾ അങ്ങനെ ഒരു ഉദ്ദേശത്തോടു കൂടി ആണ് പലരും കൊടുക്കുന്നത്. പിന്നെ അല്ലാണ്ട് മനഃപൂർവ്വം ഇതുപോലെ പൈസ മേടിക്കാനായിട്ട് കൊടുക്കുന്നവരുണ്ട്, ഇത് മിസ്യൂസ് ചെയ്യുന്നവരുണ്ട്. പക്ഷെ ഇവിടെ ഒരു മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു പ്രശ്നക്കാർ മീഡിയാസാണ്. അതായത് ഒരു കുറ്റാരോപണമായി കഴിയുമ്പോൾ തന്നെ മീഡിയാസ് ഇടപെട്ട് ഇത് ഇവരെല്ലാവരെയും പുറത്ത് കാണിച്ച് അതിൻ്റെ ആ ഒരു പ്രശ്നം സമൂഹത്തിന് വലിയ ചർച്ചയാക്കും. അതിൻ്റെ ആവശ്യമില്ല. കാരണം ഒരാളെ കുറ്റാരോപിതനായി അന്വേഷണം കഴിഞ്ഞ് കുറ്റവാളിയിൽ നിന്ന് തെളിയിക്കുമ്പോൾ മാത്രമാണ് ഒരു മീഡിയ അയാളെ പുറത്തുവിടേണ്ട ആവശ്യമുള്ളൂ. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിയമനിർമ്മാണം തന്നെ അതിനുവേണ്ടി ഉണ്ടാക്കി ഇതുപോലെ അയാളുടെ ഐഡന്റിറ്റി പുറത്തു വിടുന്നതിനെ തടയണം എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. ഭാവിയിൽ അങ്ങനെ ഉണ്ടാവുമായിരിക്കും. കാരണം ഇപ്പോൾ അങ്ങനത്തെ ഒരു ആണുങ്ങൾ അതിൻ്റെ വിക്ടിം ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവം ഇപ്പോൾ കൂടുതലാണ്. ഈ ഐഡന്റിറ്റിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇപ്പോൾ ഏതെങ്കിലും ഒരു കേസിൽ സ്ത്രീയാണ് വരുന്നതെങ്കിൽ ആ സ്ത്രീയുടെ മുഖം ബ്ലർ ചെയ്തിട്ട് മീഡിയയിൽ കാണിക്കുന്നുണ്ട്. അതെ. പക്ഷേ പുരുഷനാണെങ്കിൽ അത് കാണിക്കാറില്ല. അപ്പോൾ അതിനെയും നമുക്കിതിനെ നിയമപരമായിട്ട് നേരിടാവുന്നതല്ലേ ഉള്ളൂ. അല്ല, അങ്ങനെ ഒരു നിയമനിർമ്മാണം ഇപ്പം നിലവിലില്ല. പക്ഷെ അത് ഭാവിയിൽ വരുമായിരിക്കും. അങ്ങനെ തന്നെ നമ്മൾ വിചാരിക്കണം. കാരണം എന്തായാലും ആണുങ്ങൾക്ക് ഇതുകൊണ്ട് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാവുന്നുണ്ട്, ഒരുപാട് ഇരയാക്കപ്പെടുന്നുണ്ട് ഇതിന്, ഈ മീഡിയാസിന്റെ അറ്റാക്കിന്. ചിലപ്പോൾ ഒരു കോടതിയിൽ ചിലപ്പോൾ ശിക്ഷിക്കപ്പെടുമായിരിക്കും, ശിക്ഷിക്കപ്പെടാതിരിക്കും. പക്ഷെ അതിനു മുമ്പ് ഇവർക്ക് നഷ്ടപ്പെടുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഇവരുടെ ഇമേജ്, ഇവരുടെ പേഴ്സണാലിറ്റി, ഇവർക്ക് സമൂഹത്തിൽ ഇറങ്ങി ലൈഫിൽ നടക്കുന്ന ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ട്. ഒരു അഭിമാനക്ഷതം എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ നമുക്കൊരു അഭിമാനക്ഷതത്തിന് കേസ് കൊടുക്കാൻ പറ്റും പിന്നീട്? ഇല്ല. കാരണം ഒരു മീഡിയയുടെ ഒരു ജേർണലിസം എന്ന് പറയുന്നത് ഇവിടെ ലൈസൻസോട് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ്. അവിടെ സത്യമായ വാർത്തകൾ പുറത്തുവിട്ട് കഴിഞ്ഞാൽ അവിടെ ഒരു ഡിഫോമേഷൻ നിലനിൽക്കില്ല. കാരണം അവർ പറയുന്ന കാര്യങ്ങളെല്ലാം ശരിയാണ്. ഇങ്ങനെ ഒരു കുറ്റാരോപണം ഉണ്ടായിട്ടുണ്ട്, ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്, ഇവർ സമൻസ് അയച്ചിട്ടുണ്ട്, ഇങ്ങനെ അന്വേഷണം നടക്കുന്നുണ്ട്. അപ്പം മീഡിയ ചെയ്തത് ആ ഒരു തെറ്റല്ല, ഒരു ഡിഫോമേഷൻ അല്ല. ഡിഫോമേഷൻ എന്ന് പറയുമ്പോൾ ഇല്ലാത്തൊരു കാര്യം പ്രചരിപ്പിച്ച് ഒരാൾക്കൊരു നഷ്ടം ഉണ്ടാക്കിയാലാണ് ഡിഫോമേഷൻ ആവുള്ളൂ. പക്ഷേ ഇത് അങ്ങനെ ഒരു സംഭവമില്ല. ഇങ്ങനെ കോടതിയിൽ ഇങ്ങനെ കേസ് കൊടുത്തു, ഇങ്ങനെ ഒരു പ്രമുഖനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കേസ് ആൾക്കാർ കാണുന്നുണ്ടാവും. അപ്പോൾ മീഡിയാസ് അത് കച്ചവടം ചെയ്യാണ്. ആ ഒരു കച്ചവടം നിർത്തലാക്കേണ്ടത് തന്നെയാണെന്നാണ് എൻ്റെ അഭിപ്രായം. അതേപോലെ തന്നെ സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള ഇതേപോലെ മീഡിയയിൽ കൂടുതൽ സ്ഥാനം പിടിക്കുന്ന കേസുകൾക്ക് കോടതിയിലെത്തുമ്പം എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? അല്ലെങ്കിൽ അവരുടെ ഒരു മീഡിയ അറ്റൻഷൻ കൂടുതൽ കിട്ടിയതുകൊണ്ട് കോടതിയിൽ അതൊരു പോയിന്റ് ആവാറുണ്ടോ? ഇല്ല. പക്ഷേ ചില കേസുകൾ ഇത് മീഡിയസിൽ മാത്രമല്ല, നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ ഒരു കോളിളക്കം സൃഷ്ടിച്ച കേസുകൾ, ഇപ്പോൾ നമ്മുടെ ദിലീപിൻ്റെ കേസ്, അതൊക്കെ കോടതി അതിനു വേണ്ടി തന്നെ എത്രയോ മാസങ്ങൾ ആ ഒരു കോടതി അതിനുവേണ്ടി മാത്രമായിരുന്നു പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അതായത് അതിൻ്റെ തെളിവെടുപ്പ്, ബാക്കിയുള്ള കേസുകളെല്ലാം രാവിലെ വിളിക്കും, മാറ്റിവെക്കും. അത് കഴിഞ്ഞിട്ട് ഈ തെളിവെടുപ്പ്, അതിൻ്റെ വിസ്താരം എന്ന് പറയുന്നതാണ് ഒരു കേസിൻ്റെ ഏറ്റവും കൂടുതൽ സമയം എടുക്കുന്ന സംഭവം. അപ്പോൾ അതിലേത് 100-ൽ പരം സാക്ഷികളുണ്ടായിരുന്നു. ഈ സാക്ഷികളെല്ലാം വിസ്തരിക്കാനായിട്ട് കുറേ മാസങ്ങളും എടുത്തിട്ടാണ് ഇപ്പോൾ ഏകദേശം കഴിഞ്ഞത്. അപ്പോൾ അത് ഈ പറയുന്ന ആളുകളുടെ ഇമ്പോർട്ടൻസ് തന്നെയായിരിക്കും അങ്ങനെ ഒരു കോടതി ആ ഒരു കൺസിഡറേഷൻ കൊടുക്കാനായിട്ട് കാണിച്ചത്. ഓക്കെ. അപ്പൊ അങ്ങനെ വരുമ്പോ ബാക്കിയുള്ളവരുടെ ഒരു നീതി കിട്ടേണ്ടതല്ലേ താമസിക്കുന്നത്? അങ്ങനെ പറയാൻ പറ്റില്ല. ഇപ്പോൾ ഈ പറഞ്ഞ ദിലീപിന്റെ കേസാണെങ്കിലും കുറെ വർഷങ്ങളായി. പക്ഷെ അങ്ങനെ ആ കേസിന്റെ ഒരു സമയമായപ്പോഴത്തേക്ക് ആ കേസായിരുന്നു കൺസിഡർ ചെയ്തിട്ടിരുന്നത്. അപ്പോൾ എന്തായാലും ആ ഒരു ടേൺ അനുസരിച്ചാണ് ബാക്കിയുള്ള കേസുകളും പോണത്. പക്ഷെ ഈ ഒരു കേസിനുള്ളൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന് ഇത്രയും സാക്ഷികൾ ഉണ്ടായിരുന്നു, ഇത്രയും വലിയ എല്ലാവരും ശ്രദ്ധിക്കുന്നതായതുകൊണ്ട് അത്രയും പഴുതടിച്ചുള്ള ഒരു അന്വേഷണവും ഉണ്ടായിരുന്നു, അത്രയും സാക്ഷികളുണ്ട്. അപ്പോൾ അവരെ വിസ്തരിച്ച് കഴിയാനും ഒക്കെ സമയം. അപ്പോൾ അതുപോലെ തന്നെ എന്താ പറയാ, സ്ത്രീകൾക്ക് ഒരുപാട് എന്താ പറയാ, അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഷെൽട്ടേഴ്സും കാര്യങ്ങളും ഹെൽപ്പ് ലൈനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ പുരുഷന്മാർക്കും വേണം എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇല്ല, പുരുഷന്മാർ അതുപോലെ അറ്റാക്ക് ചെയ്യപ്പെടുന്നില്ലല്ലോ.
അവര് മെന്റലി പലപ്പോഴും അറ്റാക്ക് ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷെ അല്ലാണ്ട് ഒരു ഫിസിക്കലി ഒരു സ്ത്രീക്ക് ഒരു പുരുഷനെ അറ്റാക്ക് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ഒരു എനിക്കിത് അങ്ങനെ ഒരു കഥ ഞാൻ കേട്ടിട്ടില്ല. അല്ല, അങ്ങനെയല്ല ചോദിച്ചത്. ഇപ്പോൾ ഞാൻ പറയാം, മോസ്റ്റ്ലി സൂയിസൈഡ് കൂടുന്നത് ഒരു 50 വയസ്സിന് മേലെയുള്ള ആൾക്കാരാണ് ഇപ്പോൾ സൂയിസൈഡ് കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് അവരുടെ ഫാമിലിയിൽ നിന്നും അല്ലാതെയും സൊസൈറ്റിയിൽ നിന്നുള്ള പ്രശ്നങ്ങൾ കൊണ്ടിട്ടാണ് അവർക്ക് അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കേണ്ടി വരുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അവർക്കൊരു പ്രൊട്ടക്ഷൻ എന്ന നിലയിൽ ഇത്തരം ഷെൽട്ടേഴ്സ് ആവശ്യമല്ലേ? അല്ലെങ്കിൽ ഒരു ഫ്രീ കൗൺസിലിംഗ്, ഇപ്പോൾ സ്ത്രീകൾക്ക് പല തരത്തിൽ ഫ്രീ കൗൺസിലിംഗ് കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. അതുപോലെ പുരുഷന്മാർക്ക് കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതൊരു ചോദ്യചിഹ്നം ആണ് ശരിക്കും. അല്ല, ഈ സൂയിസൈഡ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു കാര്യം വേറെയാണ്. നമ്മൾ ഈ പറയുന്ന അറ്റാക്കോ അല്ലെങ്കിൽ ഒരു ഡൊമസ്റ്റിക് വയലൻസോ അങ്ങനത്തെ ഒരു കാര്യം സൂയിസൈഡ് തമ്മിൽ ബന്ധിപ്പിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഒരു പുരുഷൻ സൂയിസൈഡ് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ പ്രേമനൈരാശ്യം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും അഭിമാനക്ഷതമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ട് വേണം ഒരാൾ ആത്മഹത്യ ചെയ്യാനായിട്ട്. പക്ഷെ അവർക്ക് ഒരു ഷെൽട്ടർ കിട്ടിയത് കൊണ്ട് മാത്രം ഈ പ്രശ്നം തീരില്ലല്ലോ. ഇപ്പോൾ ഒരു ഷെൽട്ടർ ഹോം ഇപ്പോൾ കുറച്ച് നാൾ പൈസ കൊടുക്കാണ്ട് വന്ന് താമസിക്കാം. അങ്ങനെ ഒരു സംവിധാനം കിട്ടിയാൽ മാത്രം ഒരാളും സൂയിസൈഡിൽ നിന്ന് പിന്മാറും എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഒരു ഷെൽട്ടർ കൊടുക്കുക എന്നുള്ളതല്ല, നമുക്ക് ആ ഒരു കൃത്യമായിട്ട് ഇടപെടണം. ഇപ്പോൾ ഈ സൂയിസൈഡ് ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ആ സമയത്ത് ബന്ധപ്പെടാനുള്ള ഹെൽപ്പ് ലൈൻ നമ്പറുകളൊക്കെ ഉണ്ട്. അതൊക്കെ എത്രമാത്രം യൂസ്ഫുൾ ആണെന്ന് അറിയില്ല. പക്ഷെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ സംവിധാനങ്ങളുണ്ട്. പക്ഷെ അതൊന്നും അത്ര അതൊക്കെ ഓരോരുത്തരുടെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണല്ലോ. ഒരാൾ മരിക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതിനെ പിന്തിരിപ്പിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വലിയ പാടാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ വടക്കേക്കോട്ടയിൽ ഒരാളെടുത്ത് ചാടി. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യാൻ, എത്രയും പേര് താഴ്ത്തു നിന്നിട്ട് അലറി വിളിച്ച് പറഞ്ഞിട്ടും അയാളുടെ തീരുമാനം അത് തന്നെയായിരുന്നു. അപ്പോൾ ഒരു ഷെൽട്ടർ കിട്ടിയത് കൊണ്ട് എങ്ങനെയാ അതിനെ മറികടക്കാൻ പറ്റുക? അപ്പോൾ ഇതുപോലെ മെന്റലി ഉള്ള സ്ട്രഗിളിന് ഒരിക്കലും നിയമം കൊണ്ട് ഒരു സംരക്ഷണം തീർക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതേപോലെ കുറേ ഡൈവോഴ്സ് കേസുകൾ വരുന്നുണ്ട്. ഇപ്പോൾ ഡിവോഴ്സ് കേസുകൾ വരുന്ന സമയത്ത് പലപ്പോഴും കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളെ അമ്മയുടെ കൂടെയാണ് പറഞ്ഞയക്കാറ്. പക്ഷെ രണ്ടുപേർക്കും കുട്ടിയുടെ മുകളിൽ തുല്യ അവകാശമില്ലേ? അതെന്തുകൊണ്ടാണ് അമ്മയുടെ കൂടെ തന്നെ കുട്ടിയെ പറഞ്ഞയക്കുന്നത്? കൂടുതലായിട്ടും ഈ പെൺകുഞ്ഞുങ്ങളാണെങ്കിൽ അമ്മയുടെ കൂടെയാണ് കോടതി വിടാറുള്ളൂ. ആൺകുട്ടികളാണെങ്കിൽ കുട്ടിയുടെ ഒരു കൺസെൻറ്റും കൂടി നോക്കും. അതോടൊപ്പം എന്തായാലും 18 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് സ്വന്തമായിട്ട് തീരുമാനം എടുക്കാം. അതിനു മുമ്പാണ് കോടതി ചോദിക്കുന്നത്. അപ്പോൾ കോടതി കുട്ടിയെ പേഴ്സണലായിട്ട് വിളിച്ചിട്ട് കുട്ടിയുടെ അടുത്ത് ചോദിക്കും ആരുടെ കൂടെ പോകണം, എവിടെയാണ് ഇഷ്ടം എന്ന് ചോദിക്കും. അപ്പോൾ എല്ലാ കുട്ടികളും അമ്മയുടെ കൂടെ പോകണം തന്നെയാണ് കൂടുതലും പറയാറ്. വളരെ ചുരുക്കം മാത്രമാണ് അച്ഛൻ്റെ കൂടെ പോകണമെന്ന് പറയാറുള്ളൂ. അപ്പോൾ അത് കോടതി ആ ഒരു സർക്കംസ്റ്റാൻസസിനനുസരിച്ചാണ് ആ തീരുമാനങ്ങൾ എടുക്കണം. അല്ലാണ്ട് അതിനൊരു നിയമമില്ല. പക്ഷെ എന്തായാലും ഒരു നിയമം ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛനും ആ കുട്ടിയിൽ പൂർണ്ണ ഉത്തരവാദിത്വം ഉണ്ട്. അച്ഛന് വിസിറ്റേഷൻസ് റൈറ്റ് എന്തായാലും മാൻഡേറ്ററി ആയിട്ട് കൊടുക്കണം. ആ ഒരു അച്ഛനുള്ള അവകാശം ഒരിക്കലും ഒരു കോടതി എടുത്ത് കളയില്ല. അതേപോലെ തന്നെ എക്സ്ട്രാ മാരിറ്റൽ അഫെയർ കുറേ നമ്മൾ കാണുന്നുണ്ട്. ഇപ്പം അതൊരു ക്രൈമാണോ അല്ലെങ്കിൽ പണിഷബിൾ ആയിട്ടുള്ളൊരു ഒഫൻസ് ആണോ? അത് ഇപ്പം എൻ്റെ ഭർത്താവിന് അങ്ങനെ ഒരു ബന്ധമുണ്ടെന്ന് എനിക്ക് പരാതിപ്പെടാൻ പറ്റുമോ? ഇല്ല, അങ്ങനെ പരാതിപ്പെടണമെങ്കിൽ നമുക്ക് ഡിവോഴ്സിന് ഒരു ഗ്രൗണ്ടാണ്. അതൊരു ഒഫൻസായിട്ട് തന്നെയാണ് കാണുന്നത്. പക്ഷെ അത് ഒരു ശിക്ഷ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കതൊരു ഡിവോഴ്സിന് വേണ്ടി ഉപയോഗിക്കാം. ഡിവോഴ്സിനുള്ളൊരു ഗ്രൗണ്ടാണത്. അതായത് നമുക്ക് ഡിവോഴ്സ് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ഒരു റീസൺ വേണം. അതിലൊരു പ്രധാനപ്പെട്ട റീസണാണ് ഈ പറഞ്ഞ എക്സ്ട്രാ മാരിറ്റൽ അഫെയർ, അല്ലെങ്കിൽ നമ്മളെ ഉപേക്ഷിച്ച് പോവുക, അല്ലെങ്കിൽ ഇതുപോലെ ഡൊമസ്റ്റിക് വയലൻസ്, ക്രൂവൽറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് ഡിവോഴ്സ് ലഭിക്കുക. അങ്ങനെ ആ കാര്യത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ഗ്രൗണ്ടാണ് ഈ പറഞ്ഞ എക്സ്ട്രാ മാരിറ്റൽ അഫെയർ. നിയമപരമായിട്ട് അതിനൊരു പ്രശ്നവും ഇല്ല എന്നാണോ? നിയമപരമായിട്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെ ഒരാൾ പോവാന്ന് പറഞ്ഞാൽ അത് ഒരാൾ പോയി എന്നുള്ളതിൻ്റെ പേരിൽ അയാളെ പ്രത്യേകിച്ച് ശിക്ഷിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അതിൻ്റെ പേരിൽ നമുക്ക് കേസ് ഒന്നും എടുക്കാനും അങ്ങനത്തെ നിയമപരമായിട്ടത് ഒഫൻസ് അല്ലാത്തതുകൊണ്ട് തന്നെ നമ്മളൊരു കേസ് രജിസ്റ്റർ ചെയ്താലും അതിന് വാലിഡിറ്റി ഇല്ല. രണ്ടുപേര് പ്രായപൂർത്തിയായ ആൾക്കാർ മ്യൂച്വലി കൺസെൻറ്റോട് കൂടി അവരിതുപോലെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ഇവിടെ ശിക്ഷിക്കാനായിട്ട് നിയമങ്ങളൊന്നുമില്ല. പിന്നെ ഇതുപോലെ എന്തെങ്കിലും ഹ്യൂമൻ ട്രാഫിക്കിങ്ങോ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമാണ് നിയമത്തിൽ ഇടപെടാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ. അപ്പോൾ അതുപോലെ തന്നെ ഈ അടുത്തല്ല കുറച്ച് നാളായിട്ട് ഭയങ്കരമായിട്ട് പോപ്പുലാരിറ്റി നേടിയാണ് ഈ സമന്തയും അവരുടെ ഡിവോഴ്സ് കേസിൽ സമന്തയ്ക്ക് ഇത്ര എമൗണ്ട് ജീവനാംശം കിട്ടിയെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഇത്. അപ്പോൾ പല ഇതിലും കണ്ടിട്ടുണ്ട്. ഇപ്പോൾ അവർ അത് വാങ്ങിയില്ല, പക്ഷേ
പല കേസസിലും കണക്ക് പറഞ്ഞ് ജീവനാംശം വാങ്ങുന്ന സ്ത്രീകളുണ്ട്. ശരിക്കും സ്ത്രീകളെ പോലെ തന്നെ പുരുഷന്മാർക്കും തിരിച്ചും അങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതായത് ഈ ജീവനാംശം കിട്ടാന്നുള്ളതൊരു സ്ത്രീക്കാണ് അങ്ങനെ ജീവനാംശം കൊടുക്കാറ്. അത് പുരുഷൻ എങ്ങനെയാണോ ജീവിക്കണേ അതേ സ്റ്റാൻഡേർഡിൽ തന്നെ സ്ത്രീക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട്. അപ്പോൾ അതനുസരിച്ചാണ് നമ്മൾ ആ ഒരു മെയിൻ്റനൻസ് എത്ര രൂപയാണെന്നുള്ളത് തീരുമാനിക്കണേ. അപ്പോൾ പുരുഷനിപ്പോൾ ഒരു 10 ലക്ഷം രൂപ ഒരു മാസ സാലറി ഉള്ള ആളാണെങ്കിൽ അതിന് ഒരു പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ളൊരു മെയിൻ്റനൻസ് ഭാര്യയ്ക്ക് കൊടുക്കണം. അതിനെ കോൺട്രഡിക്ട് ചെയ്തുകൊണ്ട് പല വിധികൾ ഇപ്പോൾ വരുന്നുണ്ട്. അതായത് ഈ പറഞ്ഞ മെയിൻ്റനൻസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു അടിച്ചുപൊളിച്ച് ജീവിക്കാനുള്ളതല്ല, അയാൾക്ക് ജീവിക്കാൻ വേണ്ടി മാത്രമുള്ളൊരു ഇതാണ് കൊടുക്കേണ്ടത്. ഇത്രയും വലിയ എമൗണ്ട് കൊടുക്കരുത്. അങ്ങനെ കൊടുക്കണമെങ്കിൽ ഈ പറഞ്ഞ സ്വന്തമായിട്ട് ജോലി ചെയ്ത് ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ടുള്ള കുറേ വിധികളും വന്നിട്ടുണ്ട്. ഇപ്പം ഇത് കൊടുക്കുന്നു എന്ന് പറഞ്ഞല്ലോ, അത് ഭാര്യക്കാണോ കൊടുക്കുന്നത്, കുട്ടിക്കാണോ കൊടുക്കുന്നത്? കുട്ടിക്ക് കൊടുക്കേണ്ടത് എന്തായാലും ഒരു ഹസ്ബൻഡിന്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ റെസ്പോൺസിബിലിറ്റിയാണ്. കുട്ടിക്ക് കൊടുക്കണം. അപ്പം ഭാര്യ രണ്ടാമത് വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത് കൊടുക്കേണ്ട ആവശ്യമില്ല. അല്ല, ഭാര്യയ്ക്ക് കൊടുക്കേണ്ട കാര്യമില്ല. ഭാര്യയ്ക്ക് നമ്മൾ ഭാര്യയെ ഒരു സ്വയമായിട്ട് ജോലി ചെയ്യാനും അതിനുള്ള വിദ്യാഭ്യാസം ഉണ്ട്, അതിനുള്ള ക്വാളിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ ഭാര്യയ്ക്ക് കൊടുക്കേണ്ട കാര്യമില്ല. കൊടുക്കാനായിട്ട് കോടതി പറയില്ല. പക്ഷെ കുട്ടിക്ക് എന്തായാലും കൊടുക്കണം. കുട്ടിക്ക് പ്രായപൂർത്തിയാവണവരെ എന്തായാലും ഈ പറയുന്ന മെയിൻ്റനൻസ് കൊടുക്കാനായിട്ട് റെസ്പോൺസിബിൾ ആണ്. ഓക്കെ. അപ്പോൾ കുട്ടികൾ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇതിന് ചാൻസസ് കൂടുതൽ ഈ ഒരു എമൗണ്ട് വാങ്ങാനുള്ളത്. അങ്ങനെയാണ് ഇപ്പോൾ കോടതിയിൽ കണ്ടുവരുന്ന ട്രെൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ മിക്കപ്പോഴും ഭാര്യമാരാണ് ഇതുപോലെ ഡിവോഴ്സിന് കൊടുക്കുന്നത്. അവരെല്ലാവരും ഈ പറഞ്ഞ ജോലിയുള്ളവരായിരിക്കും. അവർ മെയിൻ്റനൻസിനെ കുറിച്ച് ബോധയുടെ അല്ല. വളരെ ചുരുക്കം കേസുകളിൽ മാത്രമാണ് ഈ പറഞ്ഞ ഒരു പിന്നെ ഈ കല്യാണ സമയത്ത് കൊടുക്കുന്ന ഈ ഗോൾഡിനെ സംബന്ധിച്ചാണ് തർക്കങ്ങൾ വരാറ്. അത് തിരിച്ചു കിട്ടാനായിട്ട് കേസ് കൊടുക്കാറുണ്ട്. അത് പെണ്ണുങ്ങൾക്ക് അനുകൂലമായിട്ട് തന്നെ വിധിക്കാറുണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളെല്ലാവരും ഇപ്പോൾ ഗേൾസിൻ്റെ മൂഡ് സ്വിങ്സ് ആയാലും പീരീഡ്സ് ആയാലും അവരുടെ സ്ട്രഗിൾസ് ആയാലും ഒരുപാട് നമ്മൾ സംസാരിക്കാറുണ്ട്. പക്ഷേ പുരുഷന്മാരുടെ സ്ട്രഗിൾസ് എന്താണ്, അവരുടെ മൂഡ് സ്വിങ്സ് എന്താണ്, അവരുടെ ടെൻഷൻസ് എന്താണ്, അവരുടെ സ്ട്രഗിൾസ് എന്താണെന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല, അല്ലെങ്കിൽ സമൂഹത്തിൽ അതൊരു ചർച്ചയാവാറ് പോലും ഇല്ല. അപ്പോൾ ഒരു പുരുഷൻ എന്നുള്ള രീതിയിൽ അത് ചർച്ചയാവേണ്ടതല്ലേ എന്ന് തോന്നിയിട്ടില്ലേ? തീർച്ചയായിട്ടും അങ്ങനെ ഒരു പുരുഷന്മാരുടെ ഒരു പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതാണ്. ഇപ്പോൾ ഒരു കാര്യം ചിന്തിച്ചാൽ മനസ്സിലാവും, ഡിവോഴ്സുകളുടെ എണ്ണം വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ കല്യാണം നടക്കണം അത്രയും തന്നെ ഡിവോഴ്സുകൾ കോടതിയിൽ നിന്ന് കിട്ടുന്നുണ്ട് ഓരോ ദിവസവും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതലുള്ള ഏറ്റവും ഒരു സംസ്കാരം എന്ന് പറയുന്ന ഒരു എസ്റ്റാബ്ലിഷ്മെൻ്റ് ആണ് ഫാമിലി. ആ ഫാമിലി ഇപ്പോൾ ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പലരും ആ ഒരു നിയന്ത്രണത്തെ അവര് ബാധ്യതയായിട്ടാണ് എല്ലാവരും കൺസിഡർ ചെയ്യണത്. ആ നിയന്ത്രണങ്ങളിൽ നിന്ന് പുറത്ത് ചാടി അവർക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കണം, അവർക്ക് ഈ പറഞ്ഞ കുട്ടികളെ നോക്കാൻ പറ്റില്ല, ഈ പറഞ്ഞ റെസ്പോൺസിബിലിറ്റി നോക്കാൻ പറ്റില്ല, ഭർത്താവിനെ നോക്കാൻ പറ്റില്ല, അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡാണ് എല്ലാവർക്കും. അപ്പോൾ ഈ പറഞ്ഞ ആണുങ്ങളും അവിടെ എന്താ പറയുക, ആണുങ്ങളുടെ ഈ അവരുടെ അവകാശം അവരുടെ ആ മെന്റൽ സ്റ്റേറ്റും അഡ്രസ് ചെയ്യേണ്ടതാണ്. എന്തുകൊണ്ട് ഇതുപോലെ ഡിവോഴ്സുകൾ കൂടുന്നു, അതും പഠിച്ച് അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. കാരണം ഈ ഒരു ഫാമിലി എന്ന് പറഞ്ഞ എസ്റ്റാബ്ലിഷ്മെന്റ് ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ഒരു അരക്ഷിതാവസ്ഥയായിരിക്കും നമ്മുടെ സമൂഹത്തിൽ ഇനി ഉണ്ടാവാൻ പോകുന്നത്. അതെ, അതൊരു എന്താ പറയുക, ആനിമൽ ലൈഫിനായിട്ട് ഈക്വലി ഹ്യൂമൻ ബീങ് മാറിപ്പോകുന്ന അവസ്ഥയിലോട്ട് എത്താം തീർച്ചയായിട്ടും ഭാവിയിൽ. കാരണം ഇത് ഏറ്റവും എല്ലാവരും ഇപ്പോൾ ലിവിങ് ടുഗദർ ആണ് ഓപ്റ്റ് ചെയ്യുന്നത്. മാരേജിനെക്കാട്ടും കൂടുതൽ ലിവിങ് ടുഗദർ ആണ് ഓപ്റ്റ് ചെയ്യുന്നത്. ലിവിങ് ടുഗദർ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ കല്യാണം കഴിക്കാം എന്നാണ് ഇപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഒരു പക്ഷേ നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടായിട്ടുള്ളൊരു പ്രശ്നങ്ങൾ കൊണ്ടിട്ടാണ് കൂടുതൽ അങ്ങനെ ആൾക്കാർ ചിന്തിക്കുന്നതും. അതെ, പക്ഷെ ഇതിൽ ഏറ്റവും കൂടുതൽ വിക്ടിം ആവുന്നത് ഇവിടുത്തെ കുട്ടികളാണ്. കുട്ടികൾ ഇങ്ങനെ അച്ഛനും അമ്മയും തമ്മിലുള്ള ഒരു തല്ലുപിടുത്തം കണ്ടു വളർന്നു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? ഒരു ഫാമിലിയിൽ ജീവിക്കുന്നു, അല്ലെങ്കിൽ ആ കുട്ടിക്ക് കിട്ടേണ്ടതായ ഒരു അറ്റൻഷൻ കിട്ടുന്നില്ല. ആ കുട്ടിക്ക് ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെയൊക്കെ വീട്ടിൽ ഇതുപോലെ നിർബന്ധിച്ച് തല്ലി പഠിപ്പിച്ചതുകൊണ്ടായിരിക്കാം നമ്മൾ പലപ്പോഴും ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഈ ഒരു ലെവലിൽ ഇരിക്കാൻ പറ്റുന്നത്. അങ്ങനെ ഒരു അറ്റൻഷനോ ആ കെയറിങ്ങോ ഇല്ലാത്തൊരു കുട്ടി എവിടം വരെ എത്തും?
അവർക്ക് കിട്ടേണ്ട ഒരു പൈസ, ചിലപ്പോൾ പൈസയുടെ കാര്യത്തിൽ ഈ പറഞ്ഞ ഇപ്പോഴത്തെ കാലത്ത് ബുദ്ധിമുട്ടില്ല, എല്ലാവർക്കും പൈസ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ ഈ പറഞ്ഞ അറ്റൻഷനോ കാര്യങ്ങളോ ഇല്ല, കുട്ടിയുടെ രീതിക്ക് എന്തൊക്കെയോ ചെയ്യുന്നു. അപ്പോൾ നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത് ഈ നമ്മളൊരു നല്ല പ്രൊഫഷനിലേക്ക് എത്തുമ്പോഴത്തേക്കും നമ്മൾ എടുക്കുന്ന ഒരു സ്ട്രഗിൾ ഉണ്ട്. നമുക്ക് കൃത്യസമയത്ത് ഭക്ഷണം കിട്ടണം, വസ്ത്രം കിട്ടണം, അതുപോലെ തന്നെ നമുക്ക് കിടന്നുറങ്ങാനുള്ളൊരു നല്ല സംവിധാനം ഉണ്ടാവണം. അങ്ങനെയൊക്കെ കിട്ടിയതുകൊണ്ടാണ് നമ്മൾ ഇത്രയും സുരക്ഷിതരായിട്ട് നമ്മളിവിടെ ഇരിക്കുന്നത്. അപ്പോൾ വീട്ടിലെപ്പോഴും ഒരു നരകതുല്യമായ അവസ്ഥയാണ്. എപ്പോഴും അച്ഛനമ്മയും തമ്മിൽ അടി, ബഹളം, ഇങ്ങനത്തെ ഒരു ഇത് കണ്ടുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ കുട്ടിക്ക് എങ്ങനെ ഒരു സർവൈവ് ചെയ്യാൻ പറ്റും, ആ കുട്ടി എവിടം വരെ എത്തും. അപ്പോൾ ആ കുട്ടി ചിന്തിക്കുക ഏറ്റവും അടുത്തുള്ള ഒരു സന്തോഷത്തിനായിരിക്കും. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ പറഞ്ഞ ഡ്രഗ്സിൻ്റെ ഉപയോഗം വളരെ കൂടുന്നു. ഇപ്പോൾ എന്താ പറയുക, മകൻ അമ്മയെ ലൈംഗികമായിട്ട് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ വാർത്തകൾ വരെ എത്തി. അപ്പം നമ്മുടെ സമൂഹത്തിൻ്റെ പോക്ക് വളരെ ആ ഒരു സംസ്കാരത്തിൻ്റെ എല്ലാ നശിച്ചു. അപ്പോൾ നിയന്ത്രണങ്ങളെല്ലാം ബാധ്യതയാണെന്ന് കണ്ടുകൊണ്ട് ഈ ഫാമിലി ലൈഫിൽ നിന്ന് വിട്ടുപോകുന്നവർ ഈ സമൂഹത്തിനൊരു അരക്ഷിതാവസ്ഥയിലേക്കാണ് എത്തിക്കുന്നത്. കാരണം ഇങ്ങനെ ഒരു ഫാമിലി എന്ന് പറഞ്ഞ എസ്റ്റാബ്ലിഷ്മെന്റ് ഇങ്ങനെ രൂപം കൊണ്ടത് വളരെ നാളുകൾക്ക് ശേഷം, വളരെ നാളുകൾ കൊണ്ട് ഇവോൾവ് ചെയ്തെടുത്തൊരു സംവിധാനമാണ്. അപ്പോൾ അതിന് ഇപ്പോൾ നമ്മളെല്ലാവരും പ്രബുദ്ധരാണെന്ന് പറഞ്ഞിട്ടാണ് ഈ പറഞ്ഞ ഇങ്ങനത്തെ ഒരു നിയന്ത്രണങ്ങളൊന്നും എനിക്ക് പാടില്ല, എനിക്ക് ഇൻഡിപെൻഡന്റ് ആയിരിക്കണം, എന്നെ ആരും നിയന്ത്രിക്കാൻ പാടില്ല, എന്നെ ആരും ചോദ്യം ചെയ്യാൻ പാടില്ല എന്നൊക്കെ തീരുമാനിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള തീരുമാനങ്ങളിൽ വിക്ടിം ആവുന്നവരും ഒരുപാട് പേരുണ്ട്. പക്ഷേ ഇതിനിടയിൽ ജെന്യൂൻ ആയിട്ടുള്ള കുറേ കേസുകൾ വരുന്നുണ്ട്. ഇപ്പോൾ പറഞ്ഞല്ലോ ഭർത്താവിനെ നോക്കണം എന്നുള്ളൊരു സംഭവം. അപ്പം പല ആളുകളുടെയും ഒരു ഇൻറ്റൻഷൻ, ഒരു മാരേജ് എന്ന് പറയുമ്പം അവരാലോചിക്കുന്നത് ഭർത്താവിനെ നോക്കാൻ ഒരാൾ വേണം, ഭർത്താവിൻ്റെ പാരൻസിനെ നോക്കാൻ ഒരാൾ വേണം. അപ്പം വീട്ടിൽ തന്നെ സ്ത്രീകൾ ഇരിക്കണം എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ലല്ലോ. അപ്പം അത്തരം കേസുകളും വരുന്നുണ്ട്. പക്ഷേ അവിടെയും ഈ കുട്ടികളാണ് ബലിയാടാക്കപ്പെടുന്നത്, അത് നമ്മൾ പറയണം. അതെ, അല്ല ആ സമയത്ത് ഇത് നമ്മൾ വളർത്തിയെടുത്ത നമ്മൾ വളർന്നു വന്നൊരു ആ ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും പ്രശ്നം. കാരണം നമ്മളിതുപോലെ വീട്ടിൽ ഈ പറഞ്ഞ ആൺകുട്ടികൾക്കാണെങ്കിൽ ഒരു പ്രത്യേക കൺസിഡറേഷൻ, പെൺകുട്ടികളാണെങ്കിൽ അവിടുത്തെ പണിയെടുക്കണം, അങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ എന്തായാലും നിലനിന്നിരുന്നു. അതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിരിക്കും ഇപ്പൊ കണ്ടുവരുന്നത്. പക്ഷെ ഒരുപാട് ഇതുപോലെ വിക്ടിംസ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതിനുശേഷമായിരിക്കും രണ്ടുപേരും ഒരേപോലെ ഫാമിലിയിൽ ഇൻവോൾവ് ആവണ ഒരു സംവിധാനം വരുമായിരിക്കും ചിലപ്പോൾ. അങ്ങനെ വന്നില്ലെങ്കിൽ നമുക്ക് തന്നെ ആയിരിക്കും ബുദ്ധിമുട്ട്. കാരണം പണ്ടത്തെ ആ ഒരു സിസ്റ്റമാണ് സ്ത്രീകൾ വീട്ടിലിരുന്ന് വീട്ടിലെ കാര്യങ്ങൾ, വീടിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ ചെയ്യുക, ആണുങ്ങൾ പുറത്തു പോയി അവിടെ വേണ്ടിയിട്ടുള്ള അവർക്കുള്ള പ്രൊവൈഡേഴ്സ് ആയിരുന്നു പണ്ട് ഹസ്ബൻഡ്സ് എല്ലാം. ഇപ്പോൾ രണ്ടുപേരും പ്രൊവൈഡേഴ്സായി, അവർക്ക് തമ്മിൽ ഡിപ്പെൻഡൻ്റ് അല്ലാണ്ടായപ്പോഴത്തേക്കും ഈ പറഞ്ഞ ഒരാൾക്ക് വേണ്ടിയിട്ട് മറ്റേ ആൾ ജോലി ചെയ്യുക എന്നുള്ളൊരു തോന്നൽ ഉണ്ടാവാം. അങ്ങനത്തെ ഒരു തോന്നൽ വരാൻ പാടില്ല. ശരിക്കും അതൊരു സർവീസായിട്ടാണ് ചിന്തിക്കേണ്ടത്. ആ ഒരു സ്നേഹത്തിൻ്റെ ഒരു സംഭവമൊക്കെ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ ഇതൊക്കെ മാഞ്ഞു പോകുന്നേ ഉള്ളൂ. പക്ഷേ പലരും അത് ഈഗോ ആയിട്ട് എടുക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ പുരുഷന്മാർക്കെതിരെ തെറ്റായ ഒരു മൊഴി കൊടുക്കുന്നു. അപ്പം അങ്ങനെ തെറ്റായ ഒരു മൊഴി കൊടുത്തതിന് ശേഷം ആരെങ്കിലും സ്ത്രീകൾ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. അങ്ങനെ വല്ല കേസുകൾ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, എൻ്റെ അറിവിൽ അങ്ങനെ ആരും തിരിച്ചൊരു കേസ് കൊടുത്തതായിട്ട് അറിവില്ല. പക്ഷെ അത് ശിക്ഷിക്കപ്പെടുന്നത് വളരെ കുറവാണ്. കാരണം നമ്മൾ ഈ മീഡിയാസിലൂടെ അറിയുന്നത് ഇങ്ങനൊരു കേസ് കൊടുത്തു എന്നുള്ളത് കാര്യങ്ങൾ മാത്രമേ അറിയുള്ളൂ. ആ കോടതിയുടെ വിധി എന്താണ്, അതിനുശേഷം എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യം മീഡിയ ചർച്ച ചെയ്യുന്നില്ല. അപ്പൊ കോടതി ഇതെല്ലാം കൺസിഡർ ചെയ്തിട്ട് ആ കേസിൽ പ്രതി കുറ്റക്കാരനല്ലാന്നുണ്ടെങ്കിൽ കോടതി വെറുതെ വിട്ടിട്ടുണ്ടാവും. അപ്പൊ ആ കാര്യങ്ങൾ മീഡിയ ചർച്ച ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങനത്തെ ന്യൂസുകൾ നമ്മൾ അറിയാത്തത്. ഇതിപ്പോ നമ്മൾ നേരത്തെ സംസാരിച്ചില്ലേ ജോസഫിന്റെ കാര്യം, ശരിക്കും പുള്ളി കുറ്റക്കാരനല്ല, അത് മീഡിയ വഴിയാണ് നമ്മളെല്ലാവരും അറിഞ്ഞത് അങ്ങനെ ഒരു കേസ് ഉണ്ടായിരുന്നു എന്നത്. പക്ഷേ അതുപോലത്തെ കേസ് ഇപ്പൊ മീഡിയാസ് ഇതുപോലെ ഈ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അത് ന്യൂസ് ആക്കുമ്പോഴും അതിന്റെ വിധി എന്താണെന്നും കൂടി മീഡിയാസ് എടുത്ത് പറഞ്ഞാൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. അതെ, തീർച്ചയായിട്ടും. ഇതുപോലെ തന്നെ കുറുപ്പന്തറയിൽ ഒരു കേസ് ഉണ്ടായിട്ടുണ്ട്. ഒരു ഇതുപോലെ അധ്യാപകനെതിരെ ഒരു കുട്ടി ലൈംഗികാരോപണം ഉന്നയിച്ച് ആ അധ്യാപകൻ ഇതുപോലെ കുറെ നാൾ ജയിലിൽ കിടന്നു, പള്ളിയിൽ നിന്നൊക്കെ പുറത്താക്കി. അങ്ങനെ പേഴ്സണലായിട്ട് പുള്ളിക്ക് കുറെ ദുരനുഭവങ്ങൾ ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് കുറെ നാൾ കഴിഞ്ഞിട്ട് ആ കേസ് തീരണതിന് മുമ്പ് തന്നെ ആ കുട്ടി വന്ന് പറഞ്ഞു, ഇങ്ങനെ പുള്ളിയൊന്നും ചെയ്തിട്ടില്ല, എൻ്റെ ബോയ്ഫ്രണ്ടാണ്, ബോയ്ഫ്രണ്ടിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞു. അപ്പം അങ്ങനത്തെ കേസുകൾ ഇങ്ങനെ ഉണ്ടാവാറുണ്ട്. അതൊരു എക്സെപ്ഷണൽ കേസായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാനേ പറ്റുള്ളൂ. അതിൻ്റെ പേരിൽ ഈ നിയമം മാറ്റി എഴുതാനോ അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റത്തെ മാറ്റാനൊന്നും നമുക്ക് പറ്റില്ല. ഓക്കെ, അങ്ങനെയുള്ള സാഹചര്യത്തിൽ കോടതിക്ക് സ്വമേധ അവ എതിരെ ഇപ്പൊ ഇതിപ്പോ കള്ള കേസാണല്ലോ, തെളിഞ്ഞത് കൊണ്ടിട്ട്
കോടതിക്ക് സ്വമേധ അവർക്കെതിരെ കേസ് എടുക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഫൈൻ ഈടാക്കാൻ പറ്റുമോ? അങ്ങനെ ഫൈൻ ഈടാക്കാനുള്ള നിയമമുണ്ട്, പക്ഷെ അതാരും അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. IPC-ലൊക്കെ തന്നെ അതിനുള്ള നിയമമുണ്ട്, പക്ഷെ അത് ആരും അങ്ങനെ യൂസ് ചെയ്ത് കണ്ടിട്ടില്ല. ഓക്കെ. ഒരുപക്ഷെ ഇനിയിപ്പോൾ ഭാവിയിൽ അങ്ങനെ ആരെങ്കിലും അതിന് വേണ്ടി ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് അങ്ങനെ എനിക്കൊരു നഷ്ടം ഉണ്ടായി എന്ന് കാണിച്ചു കഴിഞ്ഞാൽ ചെയ്യുമായിരിക്കും. അതേപോലെ തന്നെ വളരെയധികം സെൻസേഷനായ ഒരു ന്യൂസാണ് നമ്മൾ ജോളിയുടെ ന്യൂസ്. അപ്പം ആ ന്യൂസ് വന്ന സമയത്ത് ഇപ്പം ഒരു പുരുഷനാണ് ആ ഒരു കുറ്റകൃത്യം ചെയ്തത് എന്നുണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി തക്കതായ ശിക്ഷ ലഭിക്കുമായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, കാരണം ക്രിമിനൽ കേസുകളിൽ ഒരു സ്ത്രീക്കും പുരുഷനും എന്തായാലും ഒരേപോലെയാണ് കൺസിഡർ ചെയ്യുന്നത്. അവിടെ ജോളി ആയതുകൊണ്ട് ഇപ്പോൾ ചേർത്തലയിൽ എത്രയോ കുറേ ആളുകളെ കൊന്ന ഒരു കേസ് ഇപ്പോൾ അടുത്തുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇയാൾക്കും ജോളിക്കും ഏകദേശം ഒരേ ശിക്ഷ തന്നെയായിരിക്കും കിട്ടാൻ പോണത്. പിന്നെ ഇതിലെല്ലാം പ്രശ്നങ്ങൾ വരാൻ പോണത് അതിൻ്റെ തെളിവുകളുടെ കാര്യങ്ങളായിരിക്കും. ഇപ്പോൾ ഈ ജോളിയുടെ കേസിൽ ഇതുപോലെ സൈനൈഡ് കൊടുത്തു അങ്ങനെയൊക്കെ തെളിയിക്കാൻ പറ്റി. പക്ഷേ ഈ കേസിൽ എന്തൊക്കെയാണോ കിട്ടണമെന്ന് ഇപ്പം നമുക്ക് അറിയാൻ പോണേ ഉള്ളൂ. അപ്പോൾ ആ തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും കുറ്റത്തിൻ്റെ ശിക്ഷയുടെ ആ ഒരു തോത് നമുക്കറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ എന്തായാലും ഒരു സ്ത്രീക്കും പുരുഷനും എന്തായാലും ഒരു വേർതിരിവ് കോടതി കാണിക്കില്ല. അതേപോലെ തന്നെ ഈ വധശിക്ഷ എന്ന് പറയുന്നത് വളരെ ചുരുക്കം കേസുകൾക്ക്, എനിക്കൊന്ന് 2 കേസിനോ മറ്റേ വധശിക്ഷ നമ്മളെ കേരളത്തിൽ വിധിച്ചിട്ടുള്ളൂ. എന്തുകൊണ്ടാണ് അങ്ങനെ റെയർ ഓഫ് ദി റെയറസ്റ്റ് എന്ന് പറയുന്നത്? നേരത്തെ ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം ഒരു കൊലപാതകം നടന്നു കഴിഞ്ഞാൽ വധശിക്ഷയായിരുന്നു മെയിൻ ശിക്ഷ. അത് കഴിഞ്ഞിട്ട് ജീവപര്യന്തം എക്സെപ്ഷനിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിൽക്കാലത്ത് ജീവപര്യന്തം മെയിൻ ശിക്ഷയും വധശിക്ഷ എക്സെപ്ഷനിലുമായി. അപ്പോൾ റെയറസ്റ്റ് ഓഫ് റെയർ കേസ് ആണെങ്കിൽ മാത്രമാണ് വധശിക്ഷ നൽകുകയുള്ളൂ. രാജ്യത്തിനെതിരായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുമ്പോഴാണ് വധശിക്ഷ മെയിനായിട്ട് കൊടുക്കുന്നത്. ഈ പറഞ്ഞ മർഡർ കേസുകൾക്കൊക്കെ എന്തായാലും ജീവപര്യന്തമാണ് കൊടുക്കുന്നത്. അതിനെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മർഡർ നടക്കുമ്പോൾ അതിൽ എന്തെങ്കിലുമൊക്കെ കാരണം ഉണ്ടാവും. ഒരു എന്താ പറയുക, ഒരാളെ കൊല്ലില്ല. അപ്പോൾ നമുക്ക് തന്നെ കുറേ പ്രൊട്ടക്ഷൻ ഉണ്ട്. നമുക്ക് പ്രൈവറ്റ് ഡിഫൻസ് ആണെങ്കിൽ നമുക്ക് ഒരാളെ കൊല്ലാം. നമ്മുടെ എന്താ പറയുക, നമ്മുടെ കൂടെയുള്ള ഒരാളെ, അതായത് നമ്മുടെ കുട്ടിയെയോ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു ഡിഫൻസിന് വേണ്ടിയിട്ട് നമ്മളെ കൊന്നതാണെങ്കിൽ നമുക്ക് അതിനുള്ള എക്സെപ്ഷൻസ് കിട്ടും. അതെ, അപ്പോൾ അങ്ങനത്തെ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു പ്രൈവറ്റ് ഡിഫൻസ് എടുത്താണെങ്കിൽ നമുക്ക് ആ എക്സെപ്ഷൻസ് കിട്ടും. അപ്പോൾ ഓരോ കൊലപാതകത്തിൻ്റെയും പുറകിൽ പല പല സർക്കംസ്റ്റാൻസസ് ആയിരിക്കും. അപ്പോൾ അതെല്ലാം പരിശോധിച്ചിട്ടായിരിക്കും അതിനുള്ള ശിക്ഷയും തീരുമാനിക്കുന്നത്. അപ്പോൾ ഈ ജോളിയുടെ കേസിലൊക്കെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫാമിലി ഇഷ്യൂസ് ആയിരുന്നു കൂടുതൽ. അപ്പോൾ അവരെ അതിനു വേണ്ടി പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിച്ചിട്ടാണ് അവർക്കുള്ള ശിക്ഷ കൊടുത്തത്. അതെ, പലപ്പോഴും സ്വത്ത് എന്നുള്ളൊരു ഘടകം കൂടി അതിൽ വരുന്നില്ലേ ആ ഒരു കേസിൽ? അപ്പം അതൊരു ഇതല്ലേ, ഒരു സെൽഫിഷ്നെസ് അല്ലെങ്കിൽ അതൊരു അത്യാഗ്രഹം, ആ ഒരു രീതിക്കല്ലേ മർഡർ ചെയ്തത്? അത് അങ്ങനെ പറയാൻ പറ്റത്തില്ല. കാരണം സ്വത്ത് ഓക്കെ, അങ്ങനെ പറയാം, സ്വത്ത് ഒരു ഫാക്ടർ തന്നെയാണ്. പക്ഷെ അവരുടെ അപ്പോൾ അവർ വന്ന ഫാമിലിയിൽ നിന്ന് അവർക്ക് കറക്റ്റ് പ്രോപ്പറായിട്ടൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നെങ്കിൽ മേ ബി അവരിങ്ങനെ ചിന്തിക്കില്ലായിരുന്നു. അവർക്ക് ആ ഫാമിലിയിൽ നിന്ന് കിട്ടുന്ന ഇൻപുട്ടാണ് അവരാ തിരിച്ചു കൊടുത്തിരിക്കുന്നത്. അത് അവരുടെ ആ ഒരു ജീവിത സാഹചര്യങ്ങളും എല്ലാം ഒക്കെയാണ് അവരെ കൊണ്ട് അങ്ങനെ ചെയ്യിക്കുന്നത്. അതിനൊരിക്കലും ഒരു ന്യായീകരണോ ഒരു എക്സെപ്ഷനലോ ആയിട്ടല്ല. അവരെന്താണോ ചെയ്ത് അവർക്കുള്ള ശിക്ഷ അവർക്ക് കിട്ടും. അതേപോലെ തന്നെ ഈ പറഞ്ഞ ചേർത്തലയിലെ കേസിൽ ആ കൊലപാതകം നടത്തിയേക്കണതിൽ അവർക്ക് ആ ശിക്ഷ കിട്ടും. അതിലൊരിക്കലും ഒരു ജെൻഡറിനെ ഇൻവോൾവ് ചെയ്യേണ്ട കാര്യമില്ല. ആ ഒരു കൺസിഡറേഷൻ ഒരിക്കലും കോടതി പ്രോത്സാഹിപ്പിക്കില്ല. ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മളിപ്പോൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അബ്രാമിൻ്റെ അഭിപ്രായത്തിൽ ഇനി അല്ലെങ്കിൽ ഒരു സ്ത്രീകൾക്ക് മാത്രമല്ലായിട്ട് കോമൺ ആയിട്ട് പുരുഷന്മാർക്കും വേണ്ടിയിട്ട് നിയമപരമായിട്ടില്ലെങ്കിൽ സൊസൈറ്റിയിൽ വരേണ്ട കുറേ മാറ്റങ്ങൾ എങ്ങനെ ഒരു പോയിന്റ് എന്തെങ്കിലും ഉണ്ടോ പറയാനായിട്ട്? അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ഈ മീഡിയാസിന് കുറച്ചും കൂടി ഒരു നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടതുണ്ട്. ഓക്കെ, അത് ഇപ്പോൾ നമ്മുടെ ലൈസൻസ്ഡ് ആയിട്ടുള്ള മീഡിയാസ് ആണോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയാസിനാണോ? രണ്ടും ഉണ്ട്. ഈ സോഷ്യൽ മീഡിയസിന് യാതൊരു ലൈസൻസും ഇല്ല. അവർക്ക് എന്ത് വേണേലും കൊടുക്കാം. ഒരു വീണ്ടും വിചാരം ഇല്ലാണ്ടാണ് ഒരു സ്പോട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ അതിൻ്റെ ഒരു ഭാഗം മാത്രമായിരിക്കും നമ്മൾ കാണുന്നത്. അപ്പോൾ അത് കണ്ടുകൊണ്ട് ജനങ്ങൾ പല രീതിയിൽ അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിനെങ്ങനെ നിയന്ത്രിക്കാമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നമ്മുടെ അതെല്ലാം ആയിട്ട് നമ്മൾ യോജിച്ച് കഴിഞ്ഞു. ഇപ്പോഴും എന്തെങ്കിലും ഒരു പ്രശ്നം കണ്ടു കഴിഞ്ഞാൽ നമ്മളപ്പോൾ തന്നെ മൊബൈലുമായിട്ട് എടുത്ത് അതിൻ്റെ പുറകെ പോലാണ് നമ്മുടെ ഒരു പരിപാടി. അപ്പോൾ അതിനെ നിയന്ത്രിക്കേണ്ടതുണ്ട്.
അതേപോലെ തന്നെ എനിക്കുള്ളൊരു ഡൗട്ടാണ്, നമ്മൾ പലപ്പോഴും നിയമങ്ങൾ പാലിക്കാറുണ്ട് അല്ലേ? അതെന്തുകൊണ്ടാണ് നമ്മൾ പാലിക്കുന്നത്? നമുക്ക് ആ ഒരു നിയമം പാലിക്കണം എന്നുള്ളൊരു ബോധമുള്ളത് കൊണ്ടാണോ, അതിന് ശിക്ഷ കിട്ടും എന്നുള്ളത് കൊണ്ടാണോ? ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ ഹെൽമെറ്റ് വെച്ച് പുറത്തു പോകുന്നത് പോലീസ് പെറ്റിയടിക്കും എന്നുള്ളത് കൊണ്ടാണ്. പക്ഷേ ഹെൽമെറ്റ് നമുക്ക് വേണ്ടിയാണ് എന്നുള്ളൊരു ബോധം നമുക്ക് പലപ്പോഴും ഇല്ല. അപ്പം പലപ്പോഴും ഇപ്പം നമ്മൾ എന്തുകൊണ്ടാണ് ഈ നിയമങ്ങൾ ഇതാക്കാനായിട്ട്, അതായത് നിയമത്തിനനുസരിച്ച് ജീവിക്കാനായിട്ട് നമ്മളെ തന്നെ ട്രെയിൻ ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ എന്തിനാണ്? അല്ല, എല്ലാവരും ഒരു നിയമത്തിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ മാക്സിമം സാറ്റിസ്ഫാക്ഷൻ ഫോർ മാക്സിമം നമ്പേഴ്സ്. അത് കൂടുതൽ എല്ലാവരും നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റില്ല. എല്ലാ കുറെ പോരായ്മകൾ എല്ലായിടത്തും ഉണ്ടാവും. അപ്പം മാക്സിമം നമ്പർ ഓഫ് ആൾക്കാർക്ക് സാറ്റിസ്ഫാക്ഷൻ നൽകുന്നതായിരിക്കണം നിയമം. അപ്പോൾ അതുപോലെ തന്നെ ഒരു വെൽഫെയറും കൂടിയാണ്. ഇവിടുത്തെ ജനങ്ങളുടെ സ്വത്തിനും സംരക്ഷണത്തിനും വേണ്ടിയിട്ടാണ് ഇവിടുത്തെ നിയമങ്ങൾ പ്രവർത്തിക്കേണ്ടത്. അപ്പോൾ അതൊരു ഈ പറഞ്ഞ പോലെ നമ്മളൊരു ഫാമിലി നമ്മൾ കുട്ടികളെ ശിക്ഷിക്കുന്നത് പോലെ തന്നെ ഒരു രാഷ്ട്രം നമ്മളെ ശിക്ഷയിലൂടെ നമ്മളെ ബോധവൽക്കരണം നൽകുകയും അതുകൂടെ നമ്മുടെ സംരക്ഷണം രാഷ്ട്രത്തിന്റെ ചുമതലയും കൂടിയാണ്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു നിയമ സംവിധാനത്തിലൂടെ നമ്മളെ അതനുസരിപ്പിക്കുന്നത്. അപ്പോൾ നമ്മളത് പാലിച്ചേ പറ്റുള്ളൂ. അപ്പം ഇനി വരും തലമുറകൾ ചിലപ്പോൾ കുറച്ചും കൂടി ഇതിനോട് കൂടെ നിൽക്കാൻ സാധിക്കും. കാരണം ഇതിനു മുമ്പുള്ള തലമുറയായിരുന്നെങ്കിൽ ഇത്രയും നിയമത്തെ അവർക്ക് അറിയില്ല. ഇപ്പോൾ കൂടുതൽ ഒരു 5ാം ക്ലാസ് 10ാം ക്ലാസ് ഒക്കെ ആകുമ്പോഴത്തേക്ക് അവർക്ക് നിയമങ്ങളെ കുറിച്ച് അറിയാം. സിനിമകൾ ത്രൂ കുറെ നിയമങ്ങൾ പഠിച്ച ആൾക്കാരുണ്ട്. അതെ. അപ്പോൾ നിയമത്തെ കുറിച്ച് അത്യാവശ്യം ഇപ്പോൾ ആൾക്കാർക്ക് പിന്നെ അറിയാം എന്തൊക്കെയാണ് ലൂപ്പ് ഹോൾസ് ആയാലും എന്തൊക്കെയാണെന്നുള്ളത് കറക്റ്റ് ഒരു വ്യക്തമായിട്ടുള്ള ധാരണ എല്ലാവർക്കും ഉണ്ട്. ഇവിടുത്തെ സിസ്റ്റത്തെ കുറിച്ച് എല്ലാവർക്കും ഒരു മിനിമം ധാരണ എല്ലാവർക്കും ഉണ്ട്. ഇപ്പൊ പഴയ പോലെ പണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോടതിയും അതിന്റെ അടുത്ത് കുറച്ച് വക്കീൽ ഓഫീസും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ നമുക്ക് എല്ലാം നമ്മുടെ വിരൽത്തുമ്പിലാണ്. നമുക്ക് ഫോണിൽ നോക്കിക്കഴിഞ്ഞാൽ കോടതിയിൽ എന്തോ നടക്കണമെന്ന് നേരിട്ട് കാണാൻ പറ്റും. അവിടുത്തെ സ്റ്റാറ്റസ് എന്താണെന്നുള്ളത് നമുക്ക് അതിന്റെ ആപ്ലിക്കേഷൻ വെച്ച് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ലോകം എല്ലാവരുടെയും കൈക്കുള്ളിലായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആ ഒരു നിയന്ത്രണങ്ങളും കൂടി ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് കൈവിട്ടു പോകും. അപ്പൊ ആ ഒരു നിയന്ത്രണങ്ങൾ കൂടി നമുക്ക് എല്ലാവർക്കും ഒരു സുരക്ഷിതമായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഒരു നിയമം എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. തീർച്ചയായിട്ടും നമ്മൾ പേടിച്ചിട്ടല്ല നിയമത്തെ അപ്രോച്ച് ചെയ്യേണ്ടത്. നമ്മളത് മനസ്സിലാക്കി അതിനനുസരിച്ച് ജീവിക്കാനായിട്ട് വരും തലമുറയ്ക്ക് സാധിക്കണം. അതെ. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. അപ്പൊ ഇനിയും എന്താ പറയുക, ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാർക്ക് ഇനിയും അവരുടേതായ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും. അതെന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾ ഈ കമന്റ് ബോക്സിൽ ഇടുക. അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസേഴ്സ് നമുക്ക് വരും ദിവസങ്ങളിലായിട്ട് നമുക്ക് ഷെയർ ചെയ്ത് തരാൻ പറ്റും. എന്തായാലും നല്ലൊരു ടൈമായിരുന്നു. അപ്പോൾ താങ്ക് യു അബ്രാം ഞങ്ങളുടെ ജോയിൻ ചെയ്തതിൽ. അപ്പോൾ ഞങ്ങൾക്കും ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റി. അപ്പോൾ ഇനിയും നമുക്കിതുപോലെ ഒരു ദിവസം കൂടുതൽ വിഷയങ്ങളിലായിട്ട് പിന്നെയും നമുക്കൊന്നും കൂടി ജോയിൻ ചെയ്യാം. അപ്പോൾ താങ്ക് യു സോ മച്ച്. തീർച്ചയായിട്ടും താങ്ക് യു.